നമസ്കാരം. കഴിഞ്ഞ 14 വർഷമായി ഭൂമിയെ വലയം വെച്ചുകൊണ്ടിരിക്കുന്ന നാസയുടെ ഒരു ഭീമൻ ഉപഗ്രഹം നിയന്ത്രണം വിട്ട് ഭൂമിയിൽ തകർന്നു വീണിരിക്കുകയാണ്. നാസയുടെ വാനലൻ പ്രോബ് എ എന്ന ഉപഗ്രഹമാണ് കഴിഞ്ഞ ബുധനാഴ്ച പസഫിക് സമുദ്രത്തിന് മുകളിൽ കത്തിയമർന്നത്. ഏകദേശം 600 കിലോയോളം ഭാരമുണ്ടായിരുന്ന ഈ ഉപഗ്രഹം 2012 വിക്ഷേപിച്ചത്. ഭൂമിയുടെ വികിരണ വലയങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായിരുന്നു ഇതിന്റെ ലക്ഷ്യം. സൗരജാലകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും അവ ബഹിരാകാശ സഞ്ചാരികൾക്കും ഉപഗ്രഹങ്ങൾക്കും ഭീഷണിയുമാണ്. 2019 ഇന്ധനം തീർന്നതോടെ ഇത് പ്രവർത്തനരഹിതം ആയിരുന്നു. സാധാരണഗതിയിൽ 2034 വീഴുമെന്ന് കരുതിയിരുന്ന ഈ ഉപഗ്രഹം സൂര്യനിലുണ്ടായ ശക്തമായ സൗരജാലകൾ കാരണം അന്തരീക്ഷത്തിൽ സമ്മർദ്ദം കൂടി നേരത്തെ താഴത്തേക്ക് പതിക്കുകയായിരുന്നു. 2 പ്രധാന കാരണങ്ങളാണ് അതിന്റെ തകർച്ചയെ നേരത്തെയാക്കിയത് എന്നാണ് നിഗമനം. നിലവിൽ സൂര്യൻ അതിന്റെ 11 വർഷത്തെ ചക്രത്തിലെ ഏറ്റവും സജീവമായ അവസ്ഥയിലാണ് ഉള്ളത്. സൂര്യനിൽ നിന്നുള്ള ഊർജത്തിന്റെ പ്രഹരണം കാരണം ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ മുകൾ ഭാഗം വികസിച്ചു. അതാണ് ഒന്നാമത്തെ കാരണമായി പറയുന്നത്. അടുത്തതായി പറയുന്നത് അന്തരീക്ഷ ഘർഷണമാണ്. വികസിച്ച അന്തരീക്ഷം ഉപഗ്രഹങ്ങളിൽ കൂടുതൽ തടസ്സം സൃഷ്ടിക്കുകയും അതിന്റെ വേഗത കുറച്ച് താഴത്തേക്ക് വലിക്കുകയും ചെയ്തു. ഇതൊരു വലിയ അപകടമായിരുന്നു എന്ന് ചോദിച്ചാൽ നാസയുടെ കണക്കനുസരിച്ച് ഒരാളുടെ തലയിൽ ഇതിന്റെ ഭാഗങ്ങൾ വീഴാനുള്ള സാധ്യത 4200-ൽ 1 മാത്രമാണ്. കാരണം ഭൂമിയുടെ 70% വെള്ളമാണ്. ഭൂരിഭാഗം ഭാഗങ്ങളും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തിയമരും. എങ്കിലും വലിയ ഉപഗ്രഹങ്ങൾ വീഴുമ്പോൾ അവയുടെ കടുപ്പമേറിയ ഭാഗങ്ങൾ ഭൂമിയിൽ പതിച്ചേക്കാം. ചൈനയുടെ റോക്കറ്റ് ഭാഗങ്ങൾ മുൻപ് നിയന്ത്രണമില്ലാതെ വീണത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ വാനലൻ പ്രോബ് എയുടെ അതേ രൂപവും ഭാവമുള്ള ഇരട്ട സഹോദരനാണ് പ്രോബ് ബി. 2012 ഓഗസ്റ്റ് 30 ഇരുവരെയും ഒന്നിച്ച് ചന്ദ്രനിലേക്ക് വിക്ഷേപിക്കപ്പെട്ടത്. പ്രോബ് എ നേരത്തെ താഴേക്ക് പതിക്കാൻ കാരണം അതിന്റെ ഭ്രമണപഥം അന്തരീക്ഷത്തിനോട് കൂടുതൽ അടുത്തിരുന്നതാണ്. എന്നാൽ പ്രോബ് ബി താരതമ്യേന ഉയർന്ന ഭ്രമണപഥത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രജ്ഞരുടെ കണക്കുകൾ പ്രകാരം അന്തരീക്ഷത്തിലെ വായുവിന്റെ സംഘർഷം പ്രോബ് ബിയെ പതുക്കെ മാത്രമേ താഴത്തേക്ക് വലിക്കുകയുള്ളൂ എന്നാണ്. അതിനാൽ ഇത് ഭൂമിയിലേക്ക് പതിക്കുവാൻ 2030 മുതൽ 2024 വരെ സമയമെടുത്തേക്കാം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പേടി ക്ലസ്റ്റർ സിൻഡ്രോം ആണ്. ബഹിരാകാശത്ത് കുന്നുകൂടി കിടക്കുന്ന 10,000-കണക്കിന് പഴയ ഉപഗ്രഹ ഭാഗങ്ങൾ തമ്മിൽ ഇടിച്ചുണ്ടായി അതൊരു വലിയ സ്ഫോടനത്തിന് കാരണമാകും. ഇത് ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളെയും നമ്മുടെ ഇന്റർനെറ്റ് GPS സംവിധാനങ്ങളെയും തകർക്കാം. ബഹിരാകാശത്ത് ഇത്രയധികം ട്രാഫിക് വർദ്ധിക്കുമ്പോൾ സുരക്ഷ എത്രത്തോളം പ്രധാനമാണെന്ന് ഈ ഉപഗ്രഹ തകർച്ച നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വാനലൻ പ്രോബ് ബി ഭൂമിയിലേക്ക് പതിക്കുമ്പോഴും ജനവാസ മേഖലകളിൽ അപകടമുണ്ടാകാൻ സാധ്യത കുറവാണ്. നാസയുടെ പോളിസി അനുസരിച്ച് ഇത്തരം ഉപഗ്രഹങ്ങൾ സമുദ്രത്തിൽ പതിക്കുന്ന രീതിയിലാണ് അവയുടെ അവസാന പാതകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എങ്കിലും അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസി ഈ പ്രത്യേക ഉപഗ്രഹത്തിന്റെ ഓരോ ചലനവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.